മാഷിന് BL സന്തോഷമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടോ? ഞാൻ പലരെയും നേരത്തെ കണ്ടിരുന്നു, ഇപ്പോഴും കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? പലരെയും, അവരും ഒരാൾ മാത്രമല്ല, പലരെയും നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ചർച്ചകളാണ്, കൂടുമാറ്റം ഉണ്ടോ? നിങ്ങൾക്കൊരു ഒത്തിരി കഥ കൊടുക്കാം. ഞാനൊരു 50 വർഷമായിട്ട് ഇവിടെ ഉള്ളതല്ലേ, 10-20 വർഷമായിട്ട് ഇതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇനിയാളെന്നല്ല, ഒത്തിരി പേരെ കാണുന്നു. അങ്ങനെ BJP നേതാക്കളല്ല, ഒത്തിരി പേരായിട്ട്. ഞാൻ BL സന്തോഷ അങ്ങനെ ഒത്തിരി ആളുകൾ എത്ര നാളായിട്ട് കാണുന്നു, ഇന്നിപ്പോ കാണുന്നതല്ലല്ലോ. ക്രിസ്ത്യൻ റീച്ച് പരാജയപ്പെട്ടത് പിന്നെ മാഷിൽ കൂടി ഒരു ലാറ്റിൻ റീച്ചിലേക്കുള്ള നടപടിയാണ്. അത് അവരോട് ചോദിക്കണം. മാഷ് എന്നോടെ കൊച്ചിയിലെ ഒരു വിജയത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. കൊച്ചിയില് ഒരിക്കലും പരാജയപ്പെടില്ല അത്ര, പക്ഷെ കൊച്ചി വൻ പരാജയമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും കൊച്ചിയിലെ പരാജയം സീരിയസ് കാര്യമാണ്, അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ തിരിച്ചടി, മൊത്തത്തിലുണ്ടായ തിരിച്ചടി ഇപ്പോൾ പല കാരണങ്ങളുണ്ടല്ലോ, പല വിമർശനം ഉയരുന്നുണ്ട്. ഒക്കെ തിരിച്ചടിയായിട്ടുണ്ടോ? അല്ല, അതിപ്പോൾ CPM പാർട്ടിയുടെ അകത്ത്, ഞാൻ പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒത്തിരി ചർച്ചകളുണ്ട്, അതിൽ ഞാൻ ഭാഗവാക്കല്ല. മാഷിപ്പ് മാറുന്നു, UDF മാഷിന്റെ പദവി നിലനിർത്തും, എന്തെങ്കിലും സൂചനകളുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അത് ആവശ്യം, അതിന് മാഷിന്റെ പദവി ഞാൻ ചോദിച്ചത്, വ്യക്തിയല്ല. അല്ല, അത് അവരാ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പല പദവികളും വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ ഫില്ലപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് പദവി ആവശ്യമുണ്ടോ? അത് അവർ തീരുമാനം, ഓരോരുത്തർ തീരുമാനം. മാഷിലൊരു വിലയിരുത്തലുണ്ടോ? അല്ല, ഓരോ എല്ലാ സ്റ്റേറ്റുകൾക്കും പ്രതിനിധികൾ ഇവിടെയുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് വന്ന പ്രതിനിധിയല്ല ഞാൻ. അപ്പോൾ അത് പുതിയ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് വേണോ വേണ്ടയോ എന്നുള്ളത്. ഇല്ല, ഞാൻ അത് ചോദിക്കാത്ത ചോദ്യത്തിന് മറുപടി വരേണ്ട കാര്യം ഇല്ലല്ലോ. ചെറിയ ഫിലിപ്പിനെ പോലെ തിരിച്ചു പോവോ? ഇത് തിരിച്ചു പോകണം, തിരിച്ചു വരും. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വർക്ക് ചെയ്യാനുള്ള സാഹചര്യം കിട്ടി, അത് പ്രയോജനപ്പെടുത്തി. ഈ വിജയം കണ്ടപ്പോൾ UDF-നൊപ്പം ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ജീവിതത്തിൽ. ഞാൻ ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയായെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇത്തിരി കാര്യങ്ങൾ കാണുന്നു. VD സതീശൻ മികച്ച പാർലമെന്റേറിയനാണ്, മികച്ച. ഞാൻ എൻ്റെ വിദ്യാർത്ഥിയാണ്, എനിക്ക് ചെറുപ്പത്തിലെ അദ്ദേഹത്തെ കുടുംബത്തെ അറിയാം. നെട്ടൂരുള്ള നമ്മൾ മിടുക്കനാണ്, പഠിച്ച കാലത്തും, അതിനൊന്നും തർക്കമുള്ള കാര്യമല്ല. മിടുക്കനെ നമ്മൾ അംഗീകരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പം മുഖ്യമന്ത്രിയായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.